الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. നമ്മൾ അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ആഴ്ച നമ്മൾ 51ാമത്തെ ആയത്തിനെയാണ് ചെറിയ രൂപത്തിൽ വിശദീകരിച്ചത്. മാ അഷ്ഹത്തും ഖൽഖസ് സമാവാതി വൽ അർദ് വലാ ഖൽഖ അൻഫുസിഹിം വമാ കുൻതു മുത്തഖിദൽ മുദില്ലീന അബ്ദ. ഈ ആയത്തിനുള്ളിലുള്ള കുറെ ചിന്താർഹമായ വിഷയങ്ങളെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. ഈ പറഞ്ഞ ആയത്തിലെ കുറെ ചിന്താർഹമായ വിഷയങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. നന്നായി വായിക്കുന്ന കാര്യങ്ങളെ ചിന്തിച്ച് ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്നവർക്ക് പറഞ്ഞ വിഷയവുമായി കുറെ കാര്യങ്ങൾ ചേർത്ത് വെച്ച് അത് വിശദീകരിക്കാൻ കഴിയും. അവിടെ നമ്മൾ മനുഷ്യനെ വിശദീകരിക്കുമ്പോൾ അവൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച്, അവൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച്, എന്തുകൊണ്ടാണ് മനുഷ്യൻ അവൻ്റെതായിരിക്കുന്ന ചില ചിന്താലോകത്തെ അവതരിപ്പിക്കുന്നതെന്നും പലപ്പോഴും അതിന് പിറകിലുള്ള മനുഷ്യന്റെ ഉദ്ദേശ്യം എന്താണ് എന്നെല്ലാം നമ്മൾ പറഞ്ഞുപോയി. വാസ്തവത്തിൽ പ്രവാചകന്മാർക്ക് ശേഷം മനുഷ്യ കുടുംബത്തെ ഏത് കണ്ണുകൊണ്ടാണ് നോക്കിക്കാണേണ്ടത് എന്നും അവരുടെ മഹത്വം എന്താണെന്നും അവര് ഉയർത്തിപ്പിടിക്കേണ്ട ധാർമ്മികമായ മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം പഠിച്ച നമ്മളിൽ പോലും തികച്ചും തെറ്റായ ചിന്തകളും തെറ്റായ മനുഷ്യ കുടുംബത്തോടുള്ള സമീപനവും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കും. അപ്പൊ മനുഷ്യന് നമ്മുടെ നാട്ടിലെല്ലാം ബ്രഹ്മാവിന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണന്മാർ ഉടലെടുക്കുന്നു. പിന്നെ വൈശ്യര് ഉടലിൽ നിന്ന് ഉടലെടുക്കുന്നു. തുടയിൽ നിന്ന് പിന്നെ ക്ഷത്രിയര് ഉടലെടുക്കുന്നു. കാലിൽ നിന്ന് ആരാണ് ശൂദ്രര് ഉടലെടുക്കുന്നു എന്നെല്ലാമുള്ള ചിന്ത നിലനിൽക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാദമുഖങ്ങൾ നിലനിൽക്കുന്ന ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ഇവിടെ മനുഷ്യനെ ആ രൂപത്തിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. മനുഷ്യന്റെ ഉദ്ഭവം ഈ രൂപത്തിലെല്ലാം വരുന്നു. അങ്ങനെ മനുഷ്യനെ കാറ്റഗറൈസ് ചെയ്ത് അവർക്കിടയിൽ ഉയർന്നവൻ, താഴ്ന്നവൻ, കൊള്ളുന്നവൻ, കൊള്ളാത്തവൻ എന്ന് തുടങ്ങിയിട്ടുള്ള വിവേചനം നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ 4 വിഭാഗത്തിൽ പെടാത്തവർ അവര് നികൃഷ്ട ജീവികളായി കാണുകയും അവര് 20 വാരം, 40 വാരം, 60 വാരം ദൂരെ നിൽക്കേണ്ടവരും, അതല്ലെങ്കിൽ വലിയവരെന്ന് നടിക്കുന്ന, വലിയവരെന്ന് സ്വയം പ്രഖ്യാപിച്ച് ആ സമൂഹം പുറത്തു വരുമ്പോൾ കാടുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കേണ്ടി വന്ന, അല്ലെങ്കിൽ അവരിൽ നിന്ന് ദൂരെ മാറി നിൽക്കേണ്ടി വന്ന വളരെ ഭീകരമായ ഒരു സാമൂഹിക അന്തരീക്ഷം നിലനിന്ന ഒരു സമൂഹത്തെ വായിക്കുകയും പഠിക്കുകയും ഇന്ന് അതിൻ്റെ വ്യത്യസ്തങ്ങളായ നിറങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഈ ആയത്തെല്ലാം വായിച്ചു പോകുമ്പോൾ നമ്മൾ തന്നെ അത്തരത്തിലുള്ള ചിന്തകൾക്കും അതുപോലെ തന്നെ ഇടപെടലുകൾക്കും നമ്മളും കൂട്ടുനിൽക്കുന്നുണ്ടോ എന്നുള്ളത് കൂടി നമ്മളും പഠിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മനുഷ്യർക്കിടയിലുള്ള ഇത്തരത്തിലുള്ള തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മയെല്ലാം തന്നെ നിരാകരിച്ച പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യരോട് എങ്ങനെയാണ് മനുഷ്യനെ ആദരിക്കേണ്ടത്? ഒന്ന്, അള്ളാഹു ആദരിച്ചവരാണ് മനുഷ്യൻ. വലഖദ് കറംനാ ബനി ആദമ വഹമൽനാഹും ഫിൽ ബർറി വൽ ബഹറി വറസഖ്നാഹും മിനത് ത്വയ്യിബാതി വഫളൽനാഹും അലാ കസീരിൻ മിമ്മൻ ഖലഖ്നാ തഫ്ളീല. നാം ആദം സന്തതികളെ, മനുഷ്യ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു. കടലിലും കരയിലും നാം അവർക്ക് വഴിയൊരുക്കി, അവർക്ക് എല്ലാ വിശിഷ്ട വിഭവങ്ങളും നൽകി,
പ്രപഞ്ചത്തിലെ ഇതര സൃഷ്ടികളിൽ നിന്നും മഹത്വവും ശ്രേഷ്ഠതയും മനുഷ്യന് നാം നൽകി എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ആദരിക്കുന്ന പ്രപഞ്ചനാഥൻ, മനുഷ്യർക്കിടയിൽ ഒരു വിവേചനവും പാടില്ല എന്ന് അതുകൊണ്ട് തന്നെ പറഞ്ഞു വെക്കുന്ന പരിശുദ്ധ പ്രവാചകൻ, അതിനു മുമ്പ് കടന്നുപോയ പ്രവാചകന്മാരെല്ലാവരും തന്നെ മനുഷ്യരുടെ മഹത്വവും സൃഷ്ടികളിൽ മനുഷ്യനുള്ള സ്ഥാനവും ഉയർത്തിപ്പിടിച്ച് മനുഷ്യന്റെ മഹത്വത്തെ വാഴ്ത്തിയ പ്രവാചകന്മാർ, അവരെ പിന്തുടർന്ന് ഇതുപോലെ ലോകത്തെ മനുഷ്യന്റെ മഹത്വം പഠിപ്പിച്ച പരിശുദ്ധ റസൂല്, ആ റസൂലിനെ നായകനായി ചിന്താവിപ്ലവത്തിന്റെ വഴികാട്ടിയായി സ്വീകരിക്കുന്ന മനുഷ്യർ പോലും മനുഷ്യരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ജാതിപ്പേര് കൊണ്ട് സംബോധനം ചെയ്യുന്ന, അവരെ ആ രൂപത്തിൽ തന്നെ നിന്ദിക്കുന്ന, അവരെ നിരാകരിക്കുന്ന ഒരു ജീവിത രീതി പ്രവാചകന്മാരെ പിൻപറ്റുന്നവരെന്ന് പറയുന്നവരിൽ പോലും ഉടലെടുത്തിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ ചുറ്റുപാടിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എത്രത്തോളം തരം താന്നു പോയിട്ടുണ്ട് നമ്മൾ എന്ന്. നമ്മുടെ നാട്ടിലെല്ലാം ചില ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജാതിപ്പേര് കൊണ്ട് സംബോധനം ചെയ്യും. അവരെ ഒരു നിലക്കും കൈപിടിക്കുവാനോ തന്നോടൊപ്പം താൻ ഉയരുമ്പോൾ എന്റെ സഹോദരനെ കൂടി ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട് എന്ന ബോധത്തിൽ ഇടപെടുവാനോ സാധിക്കാത്ത രൂപത്തിൽ അവർക്കിടയിൽ, പാവപ്പെട്ടവർക്കിടയിൽ, ദരിദ്രരായ സമൂഹങ്ങൾക്കിടയിൽ തൻ്റെ പ്രമാണിത്വവും തൻ്റെ സമ്പത്തിന്റെ ആധിക്യവും എല്ലാം തന്നെ കാണിച്ച് അവരെ എപ്പോഴും പ്രകോപിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്കിടയിൽ തെറ്റായ ചിന്തയും തെറ്റായ ചില ധാരണകളും സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകള് എന്തുകൊണ്ടോ പ്രവാചകന്മാരെ പിൻപറ്റുന്ന ഒരു സമൂഹത്തിനിടയിൽ സംഭവിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ ചെറുതൊന്നുമല്ല. എന്നാൽ നമ്മൾ ഈ പറയുന്ന ആയത്തുകളും ഖുർആനിക വചനങ്ങളും ദിനേന പാരായണം ചെയ്യുകയും ആഴ്ചകൾ തോറും മനുഷ്യ മഹത്വത്തെക്കുറിച്ചുള്ള പ്രഭാഷണങ്ങൾ നിരന്തരം കേൾക്കുകയും ചെയ്യുന്ന ഒരു സമൂഹം, അല്ലെങ്കിൽ മനുഷ്യന്റെ മഹത്വത്തെക്കുറിച്ച് പറയുന്ന മിമ്പറുകളിൽ കയറി നിന്ന്, പ്രഭാഷണ പീഠങ്ങളിൽ കയറി നിന്ന് പ്രസംഗിക്കുന്നവർ പോലും ഈ ഒരു സാമൂഹിക ധ്രുവീകരണം സംഭവിക്കുന്നതിന്റെ അടിസ്ഥാന കാരണങ്ങൾ പലപ്പോഴും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. പല കാരണങ്ങളുണ്ട് അതിന്. അവരങ്ങനെ ജീവിക്കേണ്ടവരാണ്, അവരങ്ങനെ തന്നെ വിടേണ്ടവരാണ്. അതാ ഞാൻ എപ്പോഴും പറയുന്ന ഒരു പ്രയോഗമാണ് മതവാദികൾ, വർഗവാദികൾ. നമ്മൾ മതവാദികളായിട്ട് മാറിയിരിക്കുക, വർഗവാദികളായിട്ട് മാറിയിരിക്കുകയാണ്. ഇത് പ്രവാചകന്മാരുടെ രീതിശാസ്ത്രമല്ല മനുഷ്യനെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ. മനുഷ്യനെ അള്ളാഹു മനുഷ്യ സൃഷ്ടിക്കോ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിലോ മനുഷ്യരെ സാക്ഷികളാക്കിയിട്ടില്ല എന്ന് പറയുന്നതിന് പിറകിലുള്ള അള്ളാഹുവിന്റെ വലിയ തേട്ടത്തെ, അള്ളാഹുവിന്റെ ആ പ്രയോഗത്തിലുള്ള വലിയ ആശയത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ പോയതിന്റെ, അല്ലെങ്കിൽ പരിശുദ്ധ പ്രവാചകൻ ഇതിനെല്ലാം തന്നെ വെച്ചുകൊണ്ട് മനുഷ്യ കുടുംബത്തിന്റെ മഹത്വത്തെ വ്യാഖ്യാനിക്കുമ്പോൾ, അതിനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ, അതിനെ ഉൾക്കൊണ്ട് മനുഷ്യരെ ചേർത്ത് പിടിക്കുവാനും മനുഷ്യനെന്ന ആ ഒന്നുകൊണ്ട് മാത്രം അവനെ ബഹുമാനിക്കുവാനും അതിലൂടെ മാത്രം അവനെ മനുഷ്യനെന്ന സ്ഥാനം കൊണ്ട് ആദരിക്കേണ്ടതുണ്ട് എന്നാണ്. ഇപ്പോ റസൂലുള്ളാഹിന്റെ ശ്രദ്ധേയമായ ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നവരാണ്. ഒരു സമൂഹം പൂർണ്ണമായി നിരാകരിച്ചു കൊള്ളട്ടെ, അവര് ഒഴിവാക്കിക്കൊള്ളട്ടെ. യഫ്തഖിറൂന ബി ആബാഇഹിം, അവരുടെ പിതാമഹന്മാരെ കുറിച്ച് അവരിങ്ങനെ വല്ലാതെ അഹങ്കരിക്കുക, അവരുടെ മഹത്വം പറഞ്ഞ്, തങ്ങളുടെ പാരമ്പര്യത്തിന്റെ മഹത്വം പറഞ്ഞ് അഹങ്കരിക്കുന്ന ഒരു സമൂഹം അതിൽ നിന്ന് നിർബന്ധമായും പിന്മാറിക്കൊള്ളട്ടെ. അല്ലദീന മാത്തു, അവർക്ക് മുമ്പ് മരിച്ചുപോയ അവരുടെ പിതാമഹന്മാരെ കുറിച്ച് അഭിമാനം കൊള്ളുന്ന, അവരെ കുറിച്ച് വാത്തോരാതെ പറഞ്ഞ് ഞങ്ങൾക്കെന്തോ മഹത്വമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവര് അവരതിൽ നിന്ന് പിന്മാറിക്കൊള്ളട്ടെ. ഇന്നമാഹും ഫഹ്മു ജഹന്നം, അവരെല്ലാവരും നരകത്തിലെ
വിറകുകളാണ്, അല്ലെങ്കിൽ കൽക്കരികളാണ് അവരെല്ലാവരും. ഏഹ് ഔലയകൂനുന്ന അഹ്വന അലല്ലാഹി മിനൽ ജുഅലില്ലദി യുദഹ്ദിഹു അൽ ഖിറാഅ ബി അൻഫിഹി. അല്ലാത്തൊരു പ്രയോഗമാണ് അള്ളാഹുവിന്റെ റസൂല് ഈ ഹദീസിൽ നടത്തുന്നത്. അല്ലെങ്കിൽ അത്തരക്കാരുണ്ടല്ലോ, അത്തരക്കാര് അവര് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നിന്ദ്യരായിരിക്കും. എത്ര കോള അഹുവന അലല്ലാഹി മിനൽ ജുഅലി. ജുഅല് പിന്നെ എന്നാല് വണ്ട്, ഈച്ച, പിന്നെ വണ്ടിനാണ് ജുഅല്, പിന്നെ ഹുംഫുസ എന്നെല്ലാം നമ്മൾ പറയുന്ന മറ്റൊരു വാക്കിൽ പറയുന്ന ഒരു ജീവി. ആ അതിനേക്കാളും നിസാരമായിരിക്കും, നിന്ദ്യരായിരിക്കും. അലല്ലാഹി മിനൽ ജുഅലില്ലദി യുദഹ്ദിഹുൽ ഖിറാഅ ബി അൻഫിഹി. മൂക്ക് കുത്തി അഴുക്കുകളിൽ പിന്നെ അഴുക്കുകളിൽ പിന്നെ മൂക്ക് കുത്തി മറിയുന്ന, പിന്നെ ഉരുണ്ടു നീങ്ങുന്ന, പിന്നെ ഈ ഒരു വണ്ടിനേക്കാളും ഈ ഒരു പിന്നെ ജീവിയേക്കാളും നിന്ദ്യരായിരിക്കും അവര്. അപ്പോ അങ്ങനത്തെ മഹത്വമൊന്നും ആർക്കും ഇല്ല എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയാണ് ഇന്നല്ലാഹ ഖദ് അദ്ഹബ അൻകും ഉബ്ബിയത്തൽ ജാഹിലിയ്യ. അള്ളാഹു എല്ലാ അജ്ഞാന കാലത്തിന്റെയും എല്ലാ ജാഹിലിയ കാലഘട്ടത്തിന്റെയും ആ ഒരു അഹങ്കാരത്തെ അള്ളാഹു നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. വഫഖ്റഹ, നിങ്ങളുടെ പിന്നെ ഇത്തരത്തിലുള്ള അഹംഭാവത്തെയും അഹങ്കാരത്തെയും അത്തരത്തിലുള്ള നാട്യങ്ങളെയും അള്ളാഹു എന്താക്കിയിരിക്കുന്നു, നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. വഫഖ്റഹാബിൽ ആബാഇ, പിന്നെ ഇങ്ങനെ തലമുറകളെ കുറിച്ച് പറഞ്ഞ് പാരമ്പര്യം പറഞ്ഞ് മഹത്വം എടുത്തു കാട്ടുന്ന ഇത്തരത്തിലുള്ള എല്ലാ തെറ്റായ സമീപനങ്ങളെയും അള്ളാഹു നിങ്ങളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇന്നമാ ഹുവ മുഅ്മിനുൻ തഖിയ്യുൻ. മനുഷ്യർ രണ്ട് വിഭാഗം ഉണ്ടാവുള്ളൂ. മനുഷ്യര് രണ്ട് കൂട്ടരേ ഉണ്ടാവുള്ളൂ. അള്ളാഹിന്റെ റസൂല് ഇത്ര മനോഹരമായിട്ടാണ് പറയുന്നത്, പക്ഷെ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇന്നമാ ഹുവ മുഅ്മിനുൻ തഖിയ്യുൻ ഔ ഫാജിറുൻ ഷഖിയ്യുൻ. മനുഷ്യര് രണ്ട് കൂട്ടരുണ്ടാവും. ഒന്ന് തഖിയ്യായ വിശുദ്ധനായ ഭക്തനായ മനുഷ്യന് ഒരു കൂട്ടം. അതില് ഞാൻ പറയുന്നത് പോലെ മുഹമ്മദ് ഉണ്ടാവും, ജോർജ് ഉണ്ടാവും, രാമൻ ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. പേരുകൊണ്ടും രൂപം കൊണ്ടുമല്ല ഒരു മനുഷ്യനെ വിലയിരുത്തേണ്ടത് അവന്റെ വിശ്വാസത്തെയും അവന്റെ ഈ രൂപത്തിൽ നമ്മൾ ആദിക്ക് ഉൾക്കൊള്ളേണ്ടതിന്റെ കാര്യങ്ങൾ. നമ്മൾ കാര്യങ്ങളെ ഈ രൂപത്തിൽ ആദിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. പേരും രൂപവും എല്ലാം തന്നെ മനുഷ്യനെ വിഭജിക്കുന്ന, മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന, മനുഷ്യർക്കിടയിൽ ഭിത്തികൾ പണിയുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ റസൂലുള്ളാഹിന്റെ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഇത്തരത്തിലുള്ള ചിന്തകളെ, ഏറ്റവും മോശമായ ചിന്തകളെ അള്ളാഹുവിന്റെ റസൂലിന്റെ സമൂഹം പോലും നിരാകരിക്കുന്നുണ്ട്. കാരണം അറബി പേരുള്ള നീണ്ട താടി വെച്ച, തൊപ്പി വെച്ച, അതിന്റെ മുകളില് തട്ടമിട്ട നീളം കുപ്പായം ധരിച്ച ആളുകൾക്കിടയിലാണ് അള്ളാഹുവിന്റെ റസൂല് പിന്നെ ഒരു ജീവിത ദർശനവുമായിട്ട് നിൽക്കുന്നത്, ഒരു മാനവിക ജീവിത ദർശനവുമായി നിൽക്കുന്നത്. അവരോടാണ് അസ്ലിമു എന്ന് പറയുന്നത്. അസ്ലിം എന്ന്, നിങ്ങൾ മുസ്ലിമാകൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തിന് കീഴ്പ്പെടൂ, ഈ പ്രപഞ്ചനാഥന് സമർപ്പിതരാകൂ, പ്രപഞ്ചനാഥനിൽ നിന്നുള്ള ഈ നിയമ വ്യവസ്ഥിതിക്ക് നിങ്ങൾ പൂർണാർത്ഥത്തിൽ കീഴ്പ്പെടൂ, നിങ്ങളിൽ നിന്നുള്ള ഇസ്തിസ്ലാം, നിങ്ങളെ പൂർണ്ണ കീഴുതുക്കം നിങ്ങൾ നടത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂല് അള്ളാഹുവിൽ നിന്നുള്ള പ്രപഞ്ച സ്രഷ്ടാവിൽ നിന്നുള്ള റിസാലത്തിനെ അവതരിപ്പിക്കുന്നത് ഈ രൂപത്തിലുള്ള ഒരു സമൂഹത്തിനിടയിലാണ്. അവര് അസ്ലിമു എന്ന വാക്കിനെ അവർ കേൾക്കുന്നത് അത് നമ്മൾ ഇന്ന് പിന്നെ വ്യാഖ്യാനിക്കുന്ന, നമ്മൾ ഇന്ന് അർത്ഥം നൽകുന്ന ഒരു വാക്കുകൊണ്ടല്ല ആ വാക്കിനെ ഒരു അറബി കേൾക്കുന്നത്. ഇപ്പൊ ഞാൻ പറയുന്ന ഓരോ വാക്കിനെയും, വാക്കുകളെ കേൾക്കുന്നതിനപ്പുറം ആ വാക്കുകൾക്കുള്ളിലുള്ള ഒരു ജീവിതാശയത്തെ എന്റെ ശ്രോതാക്കള്, എന്റെ സഹോദരന്മാർ സഹോദരിമാർ ഉൾക്കൊള്ളുന്നത് പോലെ അറബിയിൽ ഉപയോഗിക്കുന്ന ഏതൊരു വാക്കും ഒരു അറബിയുടെ അറബി കേൾക്കുമ്പോൾ, ആ ഭാഷയിൽ പിറന്നു വീണവൻ കേൾക്കുമ്പോൾ ആ വാക്കിനപ്പുറം ആ വാക്കിന്റെ ഉള്ളിലുള്ള ഒരു ജീവിതാശയത്തെയാണ് അയാൾ ഉൾക്കൊള്ളുന്നത്. അപ്പൊ അസ്ലിം എന്ന വാക്കിന് ഒരു അറബി അത് കേൾക്കുന്ന മാത്രയിൽ അയാളുടെ ചിന്തയിലേക്ക് ഓടിയെത്തുന്നത്, ഇയാൾ എന്നോട് എന്നെ സൃഷ്ടിച്ച, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു മഹാശക്തിക്ക് കീഴ്പ്പെടൂ, അവനെ നിങ്ങൾ അനുസരിക്കൂ,
അവന് വിനയം പ്രകടിപ്പിക്കൂ, അവന്റെ മുമ്പിൽ വിനയാന്വിതനായി ജീവിക്കൂ എന്ന് പറയുകയാണ് ഇയാൾ ചെയ്യുന്നത് എന്ന ഒരാശയാണ്. എന്നാൽ അതേ വാക്കിനെ നമ്മുടെ ഭൂമികയിൽ നമ്മൾ വെക്കുമ്പോണ്ടാകുന്ന ഒരു തെറ്റായ, നമ്മൾ തന്നെ അതിന് നൽകുന്ന ഒരു തെറ്റായ വ്യാഖ്യാനവും തെറ്റായ അർത്ഥവും, നമ്മുടെ തന്നെ ചിന്തയിലേക്ക് കടന്നു വരുന്ന ആകാശവും ഒരു അറബിയും നമുക്കിടയിലുള്ള ഒരു 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 വിഷയത്തെ, ഇത്തരത്തിലുള്ള വാക്കുകളെ മനസ്സിലാക്കുന്നത് ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോ തെറ്റായ രൂപത്തിൽ ഇതിനെ വ്യാഖ്യാനിക്കുക, എന്നിട്ട് നമ്മൾ വേറെന്തോ ഒരു കൂട്ടരാണ് എന്ന രൂപത്തിൽ നമ്മൾ ഇങ്ങനെ ജീവിക്കുക. ഒരു സമൂഹത്തോട് അവരോട് കാണിക്കേണ്ട ഒരു പ്രവാചകന്മാർ ഉയർത്തിപ്പിടിക്കുന്ന ധാർമ്മിക ബോധമോ, ആ സമൂഹത്തോട് പുലർത്തേണ്ട നീതിയോ, അല്ലെങ്കിൽ ആ സമൂഹത്തോട് കാണിക്കേണ്ട ന്യായമായ അവരുടെ അവകാശങ്ങളോ വകവെച്ചു കൊടുക്കാത്ത രൂപത്തിലുള്ള ഒരു സാമൂഹിക ഘടന രൂപപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ആ പ്രശ്നങ്ങൾക്കെല്ലാം അടിസ്ഥാന കാരണം ചില ഈ രൂപത്തിൽ കൂടി നമ്മൾ എന്താക്കുകയും വായിക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ഉത്തരവാദപ്പെട്ടവര് ആ രൂപത്തിലേക്ക് ഒരു സമൂഹത്തിന്റെ പ്രവാചകന്മാരെ പിൻപറ്റുന്നവരെന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ചിന്തയെ കൊണ്ടുപോകുകയും ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ സമൂഹത്തില് പലതരത്തിലുള്ള പ്രത്യാഘാതങ്ങള്, അല്ലെങ്കിൽ നാളെ അള്ളാഹുവിന്റെ സന്നിധിയിൽ ഇവരെ കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ഒരു ചെറിയ രൂപത്തിലുള്ള ബോധമെങ്കിലും നൽകപ്പെടേണ്ടതുണ്ട്. അങ്ങനെ നൽകപ്പെടാതെ പോകുന്ന ഒരു സമൂഹമാണ് നമ്മൾ. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന ഈ സമൂഹങ്ങളെ കുറിച്ച് മറ്റുള്ളവർ നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിനിടയിൽ ഇത്തരത്തിലുള്ള ചേരിത്തിരിവുകളും മതിൽക്കെട്ടുകളും തീർത്തുകൊണ്ട് മനുഷ്യരെ ഈ രൂപത്തിൽ ചൂഷണം ചെയ്യുന്ന, അവർക്കിടയിൽ അനീതിയും അധർമ്മവും പ്രകടിപ്പിക്കുന്ന, അതിനോടൊപ്പം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ അവരോടൊപ്പം നിങ്ങൾ സമരസപ്പെടുന്നുവോ എന്ന ഒരു ചിന്തയെങ്കിലും ഉയർത്തി കാണിക്കേണ്ടതുണ്ട്. മനുഷ്യനെ പൂർണ്ണമായി ആദരിക്കുന്ന, കാനന്നാസു ഉമ്മത്തം വാഹിദ, മനുഷ്യര് ഏക കുടുംബമായിരുന്നു. മുബശ്ശിറീന വ മുൻദിരീന വ അൻസല മഅഹുൽ കിതാബ ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി. മനുഷ്യർ ഏക കുടുംബമാണ്. അല്ലെ, റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് ഉണ്ട്, അൽ ഖൽഖു ഇയാലുല്ലാഹ്, മനുഷ്യർ പടച്ചോന്റെ കുടുംബാണ്. അഹബ്ബുന്നാസി ഇലല്ലാഹി അൻഫഅഹും ലിഇയാലിഹി, മനുഷ്യരിൽ ഏറ്റവും നല്ലോന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യന് അവന്റെ കുടുംബമായ മനുഷ്യരോട് കരുണ കാണിക്കുന്നവരാണ് എന്നാണ്. അപ്പൊ മനുഷ്യരുടെ സ്ഥാനത്തെ എത്രമാത്രം മഹത്വത്തോടു കൂടിയിട്ടാണ് ഉയർത്തിപ്പിടിക്കുന്നത്. ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ വലാ ലി അസ്വദിൻ അലാ അബിയളിൻ ഇല്ലാ ബിത്തഖ്വ. അറബിക്ക് അനർബിയേക്കാളോ കറുത്തവന് വെളുത്തവനേക്കാളോ ഒരു ശ്രേഷ്ഠതയുമില്ല, തഖ്വ കൊണ്ട് മാത്രമാണ്. തഖ്വയെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് ധാരാളം പറഞ്ഞു പോയിട്ടുണ്ട്, എന്താണ് തഖ്വ എന്നെല്ലാം തന്നെ. പക്ഷേ ഇവിടെ എല്ലാം തന്നെ പരിശുദ്ധ റസൂൽ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യന്റെ മഹത്വത്തെ എല്ലാ കാലത്തും അത് എത്രമാത്രം എത്രമാത്രം തെളിഞ്ഞാണ് നിൽക്കുന്നത് ഈ ഈ ഈ ചിന്ത ഈ വാക്കുകളെല്ലാം തന്നെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കൂ, ഇന്നമാ ഹുവ മുഅ്മിനുൻ തഖിയ്യുൻ ഔ ഫാജിറുൻ ശഖിയ്യുൻ, അല്ലെങ്കിൽ വളരെ വൃത്തികെട്ട ഒരു സമൂഹ ഇക്കാരം, ഒരു മനുഷ്യനെ ഇക്കാരം അതിലെല്ലാവരും ഉണ്ടാവും. ആ വൃത്തികെട്ടത് പേര് കൊണ്ടും രൂപം കൊണ്ടും അല്ല മനുഷ്യരെ അളക്കേണ്ടത്. അവന്റെ ഭക്തിയെയും അവന്റെ പിന്നെ മഹത്വത്തെയും നമ്മൾ തിട്ടപ്പെടുത്തേണ്ടത്. അതിനപ്പുറം അവൻ മനുഷ്യനാണ് എന്നുള്ളത് കൊണ്ടും ആ മനുഷ്യൻ ഉൾക്കൊള്ളുന്ന അവൻ ദൈവ ഭക്തിയുടെയും ഏകനായ പ്രപഞ്ചത്തിന്റെ നാഥന് കീഴ്പ്പെടുന്നതിലൂടെ അവനിൽ ഉണ്ടായിത്തീരുന്ന ആ മഹത്വത്തെയും ഉൾക്കൊള്ളുകയാണ് നമ്മൾ വേണ്ടത്. അപ്പൊ അതിന് അനുസരിച്ചുള്ള അവതരണങ്ങളും അതിനനുസരിച്ചുള്ള ഇതുപോലെയുള്ള പ്രവാചക വചനങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വിശുദ്ധ ഖുർആന് ശരിയായ രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അവതരണ ശൈലിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. എല്ലാവരും ആ പ്രവാചകന്മാരെ അവതരിപ്പിക്കുന്നതിൽ നിന്ന് വേറിട്ട് ഒരു കർമ്മശാസ്ത്രത്തിന്റെ പിന്നെ നൂലാമാലകളിൽ കിടന്ന് അതുകൊണ്ട് ഇങ്ങനെ കാലങ്ങളായി കളിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നിലക്ക് പറഞ്ഞാല് പ്രവാചകന്മാരെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ പോലും മറ്റൊരു തരത്തിലുള്ള തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം തന്നെ കടന്നു വന്നിട്ടുണ്ട്. അപ്പോ ഈ ആയത്ത് വളരെ ശ്രദ്ധേയമായ ഒരു ആയത്താണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ ഒരു വചനത്തെ ഇതോടൊപ്പം ചേർത്ത് വെച്ച് മനുഷ്യന്റെ മഹത്വത്തെ ഏറ്റവും നന്നായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറേണ്ടതുണ്ട്.
ഇന്നമാ ഹുവ മുഅ്മിനുൻ തഖിയ്യുൻ ഔ ഫാജിറുൻ ഷഖിയ്യുൻ എന്നിട്ട് പറയാണ് അന്നാസു കുല്ലുഹും ബനു ആദം. എല്ലാ മനുഷ്യരും എല്ലാ മനുഷ്യരും ആദമിന്റെ സന്തതികളാണ്. വ ആദമു വ ആദമു ഖുലിഖ മിൻ തുറാബ്. ആദമ് മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു ഒരു സൃഷ്ടിയുമാണ്. ആദമിനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. അപ്പോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് ഒരുവനാണ് മനുഷ്യരെ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ റസൂല് മനുഷ്യർക്കിടയിലുള്ള ആ സ്ഥാനത്തെയും ബന്ധത്തെയും എല്ലാം തന്നെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ചില പ്രദേശങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ജാതിപ്പേര് കൊണ്ട് തന്നെ മനുഷ്യരെ സംബോധന ചെയ്യുന്ന ആളുകളുണ്ട്. കാലങ്ങളായി തുടരുന്നുണ്ട് അത്തരത്തിലുള്ള വിളികളും അത്തരത്തിലുള്ള നിന്ദിക്കലും നിരാകരിക്കലും എല്ലാം തന്നെ കാലങ്ങളായി തുടരുന്നുണ്ട്. അതിന്റെ തിക്തഫലം ആ പ്രദേശങ്ങളെല്ലാം തന്നെ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ചില പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ നമ്മുടേതായിരിക്കുന്ന തെറ്റായ ഇടപെടലുകൾ കാരണമാകുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കണം. കാരണം മനുഷ്യനെ ആദരിക്കുക, മനുഷ്യനെ ബഹുമാനിക്കുക, ഇതെല്ലാം അതിന്റെ ശരിയായ രൂപത്തിൽ നിർവഹിക്കാൻ നിർബന്ധിക്കപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ. ആ നിർബന്ധിക്കപ്പെട്ട ഒരു സമൂഹമാണെന്ന ബോധം പ്രവാചകന്മാരെ പിൻപറ്റുന്നവരിലേക്ക് കൈമാറേണ്ട പണ്ഡിതന്മാർ പോലും അത്തരം ഇടങ്ങളിൽ ഈ വിഷയത്തോടൊന്നും തന്നെ ഒരുവിധ ഉത്തരവാദിത്വവും കാണിക്കാതെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ പണ്ഡിതന്മാരുടെ നേരായ ഇടപെടലുകൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് അത്തരം ഇടങ്ങളിൽ ഈ പേര് കൊണ്ട് ഇവർ സംബോധന ചെയ്യുക? അല്ലെ, വലിയവരെ ബഹുമാനിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ചെറിയവരെ ആദരിക്കണമെന്ന് പറയുന്നുണ്ട്. മഹാരഥന്മാരായ വിശ്രുതരായ പണ്ഡിതന്മാര് അവരെങ്ങനെയാണ് മനുഷ്യരെ ആദരിച്ചത് എന്ന് നിരന്തരം നമ്മൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്, അല്ലേ? എന്നിട്ട് ഇവരെ മുമ്പിൽ വെച്ചുകൊണ്ട് 100 വയസ്സായ അല്ലെങ്കിൽ 80 വയസ്സായ അമ്മയെ ആ അമ്മയുടെ പേര് കൊണ്ട് സംബോധന ചെയ്യുന്ന ഓരോ സമൂഹത്തിലും പരസ്പരം ആദരിക്കാനും ബഹുമാനിക്കാനും സ്വീകരിക്കുന്ന ചില പ്രയോഗങ്ങൾ ഉണ്ടാവും. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി 80 വയസ്സായ ഒരു അമ്മയെ കാണുമ്പോൾ, ഒരു അച്ഛനെ കാണുമ്പോൾ അവരെ പേര് പറഞ്ഞുകൊണ്ട് സംബോധന ചെയ്യുക. ആരാണ് സംബോധന ചെയ്യുന്നത്? അവരെ പ്രായത്തിലുള്ളവരല്ല, 9ഉം 10ഉം വയസ്സായ കുട്ടികൾ സംബോധന ചെയ്യുക. അത് കേൾക്കുമ്പോൾ അവരുടെ പ്രായമായ മക്കൾക്കുണ്ടാകുന്ന ഒരു വേദനയെ പരിഗണിക്കാത്ത അത്രയും തരംതാണ അവസ്ഥയിലേക്ക് പ്രവാചകന്മാരെ പിൻപറ്റുന്നവരെന്ന് പറയുന്നവർ മാറിയിട്ടുണ്ട്, പോയിട്ടുണ്ട്. നമ്മളിങ്ങനെ പിന്നെ ആ രൂപത്തിൽ മറച്ചു വെച്ചിട്ടും ഒളിച്ചു വെച്ച് സംസാരിച്ചിട്ടൊന്നും കാര്യമില്ല. ഇതിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട കാര്യങ്ങൾ, മനുഷ്യനെ ആദരിക്കേണ്ടതുണ്ട്, മനുഷ്യനെ ബഹുമാനിക്കേണ്ടതുണ്ട്. അവൻ മൃഗത്തിൽ നിന്ന് ഉടലെടുത്തവനല്ല. അള്ളാഹുവിന്റെ ശ്രേഷ്ഠ സൃഷ്ടിയാണ് മനുഷ്യനെ. അള്ളാഹു ആദരിച്ചവനാണ്, അള്ളാഹുവിന്റെ പ്രതിനിധിയാണ്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത്, ഭൂമിയെ എന്തിനല്ലാഹു സൃഷ്ടിച്ചു? വൽ അർള വലഅഹാ അനാം, മനുഷ്യന് വേണ്ടി വെച്ചതാണ്. മനുഷ്യനാരാണ്? ഇന്നി ജാഇലുൻ ഫിൽ അർളി ഖലീഫ, അള്ളാഹു ഒരു ഖലീഫയെ പ്രതിഷ്ഠിക്കുന്നു. ആ വാക്കിന്റെ ഉള്ളിൽ ഏത് രൂപത്തിലുള്ള വ്യത്യസ്ത ചിന്തയാണ് നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റുക? ഒരിക്കലും ഖലീഫ എന്ന വാക്കിനെ അള്ളാഹുവിന്റെ ബലിഷ്ഠമായ അള്ളാഹുവിന്റെ സംവിധാനത്തെ ന്യൂനമായ മോഡൽ അവതരിപ്പിക്കുന്ന മനുഷ്യനെന്ന ആ സൃഷ്ടിയെ എങ്ങനെയാണ് നമുക്ക് വേർതിരിക്കാൻ പറ്റുക? അള്ളാഹുവിന്റെ റസൂലിനെ നമ്മുടെ മുമ്പിലേക്കൊന്ന് ഇറക്കിക്കൊണ്ടുവന്നിട്ട് മനുഷ്യരോടുള്ള സംബോധന രീതിയെ, മനുഷ്യനെ ഏത് രൂപത്തിലാണ് ചേർത്ത് പിടിക്കുന്നത് എന്നുള്ളതിനെ, മനുഷ്യനെ നിന്ദിക്കുകയും നിരാകരിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ലോകത്ത് അവരെ ഏത് രൂപത്തിലാണ് അവൻ അള്ളാഹു ആദരിച്ചവനാണെന്നും അള്ളാഹു ശ്രേഷ്ഠമാക്കിയവനാണെന്നും ബഹുമാനിച്ചവനാണെന്നുമുള്ള ആ ഒരു ദൈവീക വചനത്തിന്റെ വെളിച്ചത്തിൽ ഏതെല്ലാം തരത്തിലാണ് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നത് ഹൃദയത്തോട്? അല്ലെ, നിങ്ങള് സാഹിറിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? സാഹിർ, ബദവിയായ സാഹിർ മദീന പട്ടണത്തില് മാസത്തിൽ ഒരിക്കൽ വരുന്ന ഒരു സ്വഹാബിയായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ മാസത്തിൽ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം റസൂലുള്ളാഹിന്റെ സന്നിധിയിൽ വരും, വീട്ടിൽ വരും. അങ്ങനെ വെണ്ണക്കട്ടിയുമായിട്ട് വരുന്ന സാഹിർ അതിൽ നിന്ന് കുറച്ച് റസൂലുള്ളാഹിക്ക് കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
കുറച്ച് ഈത്തപ്പഴം കൊടുക്കും. ഒരു ദിവസം സാഹിർ മദീനയിലെത്തിയപ്പോഴ് റസൂലുള്ളാഹിനെ കാണുവാൻ വേണ്ടി പോയി. പക്ഷേ പ്രവാചകന് പുറത്തു പോയിരുന്നു. നല്ല ചൂടുള്ള ദിവസമായിരുന്നു. പ്രവാചകൻ ഇല്ലെന്നറിഞ്ഞ സാഹിർ ഇന്നും മദീന പട്ടണത്തിന്റെ പിറകിലുള്ള ആ ആ മാർക്കറ്റിൽ അദ്ദേഹം പോയി. അവിടെ പോയിട്ട് അദ്ദേഹത്തിന്റെ വെണ്ണക്കട്ടി വിറ്റുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയ റസൂലിനോട് സാഹിർ വന്ന വിഷയവും തിരിച്ചു പോയതുമെല്ലാം ആയിഷ ബീബി റസൂലുള്ളാഹിനോട് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി ആ പിന്നെ മാർക്കറ്റിലേക്ക്, ആ ചന്തയിലേക്ക് പോവുകയാണ്. അങ്ങനെ പോയിട്ട് ഈ സാഹിർ പിന്നെ ഇങ്ങനെ ഈ വളരെ മുഷിഞ്ഞ വേഷത്തിൽ, കീറിപ്പറിഞ്ഞ അദ്ദേഹത്തിന്റെ ആ വേഷത്തിൽ ഈ വെണ്ണക്കട്ടി ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയിട്ട് അദ്ദേഹത്തെ പിറകിൽ നിന്ന് അദ്ദേഹത്തെ അണച്ചു പിടിക്കുന്നുണ്ട്. അദ്ദേഹം കാണാതിരിക്കാൻ വേണ്ടി റസൂൽ അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോൾ മുഖം ഇടത്തോട്ടും വലത്തോട്ടും ഇങ്ങനെ ചെരിച്ചു വെച്ച് അള്ളാഹുവിന്റെ റസൂല് അദ്ദേഹത്തിന് മുഖം കൊടുക്കാതെ പിന്നെ നിൽക്കുന്ന ഒരു രംഗം ഹദീസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാഹിർ തിരിച്ചറിയുമ്പോൾ റളിയല്ലാഹു അൻഹു അദ്ദേഹം നബി സല്ലല്ലാഹു വഹ്തളന ഇലാ സ്വദ്രിഹി എന്ന ഹദീസിൽ കാണാം. അദ്ദേഹം റസൂലുള്ളാഹിന്റെ നെഞ്ചിലേക്ക് ഒന്നിങ്ങനെ ചാഞ്ഞു കിടന്നു അദ്ദേഹം. അങ്ങനെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സാഹിറിനെ വിട്ടുകൊണ്ട് ചോദിക്കുന്നു, മൻ യബിഉ ഹാദൽ അബ്ദ, ഈ അടിമയെ ആരാണ് വാങ്ങുക? അദ്ദേഹത്തെ ഒന്ന് പിന്നെ ഒന്ന് കളിയാക്കിയതാണ് റസൂലുള്ളാഹ് രസകരമായിട്ട്. അപ്പൊ ആ സമയം ചോദിക്കുന്നുണ്ട് റസൂലെ, അന റജുലുൻ കാസിദുൻ, ഞാൻ ഒരു മുടക്കാച്ചിരക്ക് മനുഷ്യനാണ്. അദ്ദേഹം പിന്നെ മുഖത്തെല്ലാം തന്നെ പിന്നെ കുത്തുകളും അതുപോലെ തന്നെ ഒരു പ്രത്യേക രൂപത്തിലുള്ള മനുഷ്യനായതുകൊണ്ട് അദ്ദേഹത്തിന് പിന്നെ പിന്നെ പരിചയപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്ക് കാസിദ് എന്ന വാക്കാണ്. ഒരു മുടക്കാച്ചിരക്കായ ഈ ഒന്നിനും പിന്നെ ആകർഷണീയതയില്ലാത്ത എന്നെ ആരാണ് റസൂലെ വാങ്ങാനുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂല് ആ സമയത്ത് പറയുന്നുണ്ട്, അൻത റജുലുൻ ഖാലിൻ ഇൻദല്ലാഹ്, അങ്ങ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മൂല്യമുള്ള ഒരു മനുഷ്യനാണ് എന്ന്. മനുഷ്യന്റെ മഹത്വത്തെ, തന്നെ കാണുവാൻ വേണ്ടി വന്ന മനുഷ്യൻ അദ്ദേഹത്തെ അങ്ങോട്ട് ആ ചൂടുകാലത്ത് തിരിച്ചുപോയി അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുകയും ആളുകൾക്കിടയിൽ കെട്ടിപ്പിടിക്കുകയും ആളുകൾക്കിടയിൽ വെച്ച് ഒരു പക്ഷേ അവരുടെ മനസ്സിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള എല്ലാ തെറ്റായ ധാരണകളെയും തിരുത്തുന്ന മാത്രയിലുള്ള അതിസൂക്ഷ്മമായ വാക്കുപയോഗിച്ചുകൊണ്ട് ഏറ്റവും ഉന്നതനാണ് അങ്ങെന്ന് ഒരു സമൂഹത്തിനിടയിൽ വെച്ച് പറയുകയും അങ്ങനെ മനുഷ്യർ അവരുടെ കോലമോ രൂപമോ ഒന്നും തന്നെയല്ല അവരുടെ മഹത്വത്തിന്റെ നിധാനമെന്ന് ലോകത്തെ പഠിപ്പിച്ച പരിശുദ്ധ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹിനെ ഏത് രൂപത്തിലാണ് നമ്മൾ നമ്മുടെ പൊതുയിടങ്ങളിൽ അവതരിപ്പിക്കേണ്ടത്? എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്? നിലനിൽക്കുന്ന സാമൂഹിക ഘടനയെ അല്ലെങ്കിൽ നിലനിൽക്കുന്ന ചിന്താപരമായ ഈ ഘടനയെ എല്ലാം തന്നെ വിശുദ്ധ ഖുർആന്റെ മാനവികമായ വെളിച്ചത്തിൽ മനുഷ്യനോടുള്ള അതിരറ്റ ബഹുമാനത്തിന്റെയും ആദരവിന്റെയും ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ തിരുത്തുകയും ഒരു തിരുത്തൽ ചേരിയായി നിലകൊള്ളുകയും ചെയ്യേണ്ടത്? അതിനെക്കുറിച്ചൊരു പഠനം നടക്കേണ്ടതില്ലേ? എന്നാ നമ്മൾ എവിടെ നിൽക്കുന്നത്? നമ്മളിതെല്ലാം വായിച്ചു പോവുകയാണല്ലോ, ഇതെല്ലാം തന്നെ ഓതിപ്പോവുകയാണല്ലോ. സൂറത്ത് കഹ്ഫ് ഓതാത്ത ആഴ്ചകളുണ്ടോ ഈ ഉമ്മത്ത്? അവിടെ മനുഷ്യന്റെ മഹത്വം വായിക്കാത്തവരുണ്ടോ? സൂറത്ത് ഇസ്രാ ഓതിപ്പോകുമ്പോഴ് വലഖദ് കറംനാ ബനി ആദം എന്നുള്ള ആയത്ത് ആരാണ് ഓതാത്തത്? ആരാണ് വായിക്കാത്തത്? അപ്പൊ മനുഷ്യനോടുള്ള ബന്ധവും മനുഷ്യനോടുള്ള കടപ്പാടും എവിടെയാണ് നമ്മൾ വെച്ചുപോയത്? എവിടെ വെച്ചാണ് നമ്മൾ വിസ്മരിച്ചത്? നമ്മൾ എവിടെ വെച്ചാണ് മതവാദികളും വർഗവാദികളിലുമായി മാറിയത്? മനുഷ്യനോടുള്ള ഒരു കടപ്പാടും ഇല്ലാതെ, ഒരു നീതിബോധവും ഇല്ലാതെ, അവനോട് പുലർത്തേണ്ട ധാർമ്മികമായ ഒരു ഒരു ഇടപെടലുമില്ലാതെ എങ്ങനെയാണ് നമ്മൾ മാറിയത്? അപ്പോ ഇതെല്ലാം വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാം, റൂസോയെ കുറിച്ച് കേട്ടിട്ടില്ലേ നിങ്ങൾ? അല്ലേ? ഇതിലെല്ലാം പിന്നെ നല്ല വായനാശീലമുള്ള ആൾക്കാരുണ്ട് അല്ലേ? ഈ 18-ാം നൂറ്റാണ്ടില് പിന്നെ ഈ യൂറോപ്പില് ജ്ഞാനോദയത്തിന്റെ പിന്നെ ഒരു തത്വശാസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ അഗാധമായിട്ട് അവതരിപ്പിച്ച ഒരു ചിന്തകനാണ് റൂസോ. അല്ലെ? സ്കൂളിലെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ പിന്നെ ഇദ്ദേഹത്തെ കുറിച്ചെല്ലാം പഠിച്ചിട്ടുണ്ട്. അപ്പോ പിന്നെ ഇദ്ദേഹം ഒരു സ്വതന്ത്ര ചിന്തകനായിരുന്നു. ചെറുപ്പത്തിലെ കളവും
എല്ലാം ശീലിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തം കൂടെ നിന്നവനെ പോലും പ്രതിസന്ധിയിൽ ഒഴിവാക്കി പോയ ആളാണ്. അദ്ദേഹത്തിന്റെ പിന്നെ ഒരു 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 പുസ്തകത്തില് അദ്ദേഹം എഴുതുന്നുണ്ട്. പിന്നെ അതായത് പിന്നെ അസമത്വത്തിന്റെ ഉൽപ്പത്തിയും അടിസ്ഥാനവും എന്ന ഒരു ഒരു പുസ്തകമുണ്ട് ഇദ്ദേഹത്തിന്റെ. ഏ ഏ പിന്നെ അതിൽ ഇന്നലെ ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കുറെ മുമ്പ് വായിച്ച ഒരു വിഷയം ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ച ഒരു കാര്യം ഞാൻ നിങ്ങളെ മുമ്പിൽ ഒന്ന് സൂചിപ്പിക്കാം. അഥവാ ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മനുഷ്യൻ പ്രകൃതിയാ നല്ലവനാണെന്നും സംസ്കാരവും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുമാണ് അവരെ ദുഷിപ്പിക്കുന്നതെന്നും സംസ്കാരത്തെ ഉപേക്ഷിച്ച് പ്രാകൃതാവസ്ഥയിലേക്ക് മടങ്ങുകയാണ് അസമത്വത്തിനും അതുപോലെ തന്നെ തിന്മകൾക്കും പരിഹാരം എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം. ഇദ്ദേഹത്തെ കുറിച്ച് നന്നായിട്ട് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ മനുഷ്യനെ 5 മക്കളെ തെരുവിൽ ഉപേക്ഷിച്ച മനുഷ്യനാണ്. അന്നത്തെ യൂറോപ്പിലെ ഏറ്റവും വലിയ ചിന്തകനായിട്ട് പോലും സ്വതന്ത്ര ചിന്തകനായതിന്റെ പേരില് 5 കുഞ്ഞുങ്ങളെ തെരുവിൽ ഉപേക്ഷിച്ച് അനാഥാലയങ്ങളിൽ ആക്കി, അതുപോലെ തന്നെ ഇന്ന് നമ്മളെല്ലാം പറയുന്നത് പോലെയുള്ള അമ്മത്തൊട്ടിലുകളിൽ ഉപേക്ഷിച്ച് അതിലോ അവരങ്ങ് വളർന്നുകൊള്ളും എന്ന് പിന്നെ ധരിച്ച ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹം പിന്നീട് കുഞ്ഞുങ്ങളെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട് എന്നും, അത് വളരെ പ്രശസ്തമായ പുസ്തകം അതിനുശേഷം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വാദിച്ചിട്ടുണ്ട്. വളരെ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ട് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം പോകുന്നത് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഈ പുസ്തകം അദ്ദേഹം പിന്നെ വോൾട്ടയർക്ക് അയച്ചു കൊടുക്കുകയും അന്നത്തെ ഏറ്റവും വലിയ ചിന്തകനായ അദ്ദേഹം ആ പുസ്തകം വായിച്ചിട്ട് അതിനോട് പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്: എതിരായ താങ്കളുടെ പുതിയ പ്രബന്ധം അയച്ചു തന്നതിന് നന്ദി. എല്ലാവരെയും വിഡ്ഢികളാക്കാൻ ഇതിനു മുമ്പ് ആരും ഇത്രയേറെ ബുദ്ധി പ്രയോഗിച്ചതായിട്ട് കണ്ടിട്ടില്ല. അത് വായിക്കുന്നവർക്ക് 4 കാലിൽ നടക്കാൻ തോന്നുമെന്ന്. നിർഭാഗ്യവശാൽ 10-60 വർഷം മുമ്പ് ഉപേക്ഷിച്ച ആ ശീലം, ആ 4 കാലിൽ നടക്കാൻ പിന്നെ നമ്മൾ പഠിക്കുകയും അങ്ങനെ നമ്മൾ ഉൾക്കൊള്ളുകയും ചെയ്ത ആ ഒരു ശീലം ഉണ്ടല്ലോ, അത് വീണ്ടും തുടങ്ങാൻ ബുദ്ധിമുട്ടുള്ള സ്ഥിതിയിലാണ് ഞാൻ എന്ന്. അപ്പൊ ഇദ്ദേഹത്തെ പിൻപറ്റുന്ന ആളുകളുണ്ട് ലോകത്ത്. ഈ പിന്നെ എന്താണ് പറയാ, സ്വതന്ത്ര ചിന്ത എന്നെല്ലാം പറഞ്ഞിട്ട് മനുഷ്യനെ ഏറ്റവും നിന്ദിക്കുന്ന, മനുഷ്യനെ മൃഗതുല്യനാക്കി മാറ്റുന്ന, മനുഷ്യനെ അവൻ ഇച്ഛിക്കുന്ന രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അവന് വേണമെന്ന് പറയുന്ന ഒരു ലോകം. അതോടൊപ്പം തന്നെ അതിനിടയിൽ മനുഷ്യനെ നാം ഈ പറഞ്ഞതുപോലെ വ്യത്യസ്ത കക്ഷികളാക്കി മാറ്റി അവരെ അവരെ അവർക്കിടയിൽ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും, അവർക്കിടയിൽ ചില ആളുകൾക്ക് മഹത്വവും ചില ആളുകളെ നിന്ദിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ജീവിതാന്തരീക്ഷം നമുക്കിടയിലും നിലനിൽക്കുമ്പോൾ, അല്ലെങ്കിൽ റൂസോയെ പോലെയുള്ള പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുമ്പ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ മനുഷ്യന്റെ ഈ പരിണാമത്തെ കുറിച്ചെല്ലാം പറഞ്ഞ് മനുഷ്യനെ മൃഗതുല്യരാക്കി മാറ്റാൻ വല്ലാതെ ശ്രമിക്കുന്ന, ഈ 4 കാലിൽ നടക്കാൻ ഈ റൂസോ പറഞ്ഞതുപോലെ വോൾട്ടയർ പറഞ്ഞതുപോലെ നമുക്ക് ഇനിയിപ്പോ അങ്ങനെ അങ്ങോട്ട് തിരിച്ചു പോകാൻ നമുക്ക് വലിയ താല്പര്യമില്ല എന്നാണ്. അപ്പൊ അന്നും ഇത്തരത്തിലുള്ള പിന്നെ ആശയപരമായ സംഘട്ടനങ്ങൾ അന്നും നടന്നിട്ടുണ്ട്. അപ്പൊ ഇന്ന് അത് കുറച്ചുകൂടി നമ്മൾക്കിടയിൽ കുറച്ച് കൂടുതലാണ്. ഇന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് പോലെ തിന്മയുടെ ആധിക്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തിയാലും തിന്മയും നന്മയും ഒരിക്കലും സമമാകുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇത് തിന്മയുടെ ആധിക്യം കൂടുതലുള്ള ഒരു സമൂഹത്തിൽ, അത് ഈ പറഞ്ഞതുപോലെയുള്ള തെറ്റായ ചിന്തകളെ കൊണ്ടും അതുപോലെ തന്നെ തെറ്റായ സാമൂഹിക ചിന്തകളെ കൊണ്ടുമെല്ലാം തന്നെ നിറഞ്ഞാടുന്ന ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെ നമുക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന്, പ്രവാചകന്മാരെ നമുക്കിടയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ഒരു പുതിയ സമൂഹത്തെ, ധർമ്മബോധമുള്ള ഒരു സമൂഹത്തെ, മനുഷ്യന്റെ മഹത്വത്തെ അംഗീകരിച്ചു കൊടുക്കുന്ന, മനുഷ്യർ ഒരു കുടുംബമാണ് എന്ന ബോധത്തിൽ ജീവിക്കുന്ന, അവനെ അള്ളാഹു സ്ഥാനവും മാനവും നൽകിയിട്ടുണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കുകയും അതിനനുസരിച്ച് മനുഷ്യരോട് ഇടപെടുകയും ചെയ്യുന്ന ഒരു സമൂഹത്തെ നമ്മൾ എന്താക്കേണ്ടതുണ്ട്, നമ്മൾ ഉണ്ടാക്കി കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് ജാഗ്രതാപൂർണമായ ഇടപെടലുകള് ഉത്തരവാദിത്തപ്പെട്ടവരിൽ നിന്നും
തീർച്ചയായിട്ടും നടക്കേണ്ടതുണ്ട്. അപ്പോ ഈ ആയത്തിന്റെ ഉള്ളിൽ നമ്മൾ പറയാതെ വെച്ച ഒരു പിന്നെ ഒരു പ്രവാചക വചനത്തെ ചേർത്ത് വെക്കാനാണ് ഇന്ന് ഈ പിന്നെ 52-ാമത്തെ ആയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു വിഷയം പറഞ്ഞത്. ഏതായാലും അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ല ചിന്തയും സമൂഹത്തോടും മനുഷ്യരോടും കൂറും കടപ്പാടുമുള്ള അമ്പിയാക്കന്മാരുടെ പിന്മുറക്കാരായി അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. ويقول نادوا شركائي الذين زعمتم فدعوهم فلم يستجيبوا لهم وجعلنا بينهم موبقا. നിങ്ങൾ നോക്കൂ, ഇനി ഇതിനോട് ചേർത്ത് വെക്കുകയാണ് നമ്മൾ ഈ പറഞ്ഞ ആയത്തുകളെല്ലാം തന്നെ ഇതുവരെ പറഞ്ഞു പോയ ഓരോന്നുമായിട്ടും അഗാധമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. തുടക്കം മുതൽ ഈ പറഞ്ഞു വെച്ചത് വരെ ഓരോ ആയത്തും അതിന്റെ പിറകിലേക്ക് ഓരോ ആയത്തുമായിട്ട് കണക്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കും ഇതിലും വേറെ വേറെ ആയത്തുകളാണ്. അങ്ങനല്ല. ഇതിന്റെ എല്ലാം ഇടയിൽ വലിയ വലിയ ബന്ധങ്ങളുണ്ട്. ഓരോ ആയത്തും അതിന്റെ വ്യാഖ്യാനത്തിലും അതിന്റെ ഘടനയിലും അതിന്റെ ആശയത്തിലുമെല്ലാം തന്നെ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ മേൽ പറഞ്ഞ ഈ ആയത്തിന് ശേഷം പിന്നീട് അള്ളാഹു പറയുന്നത് വയൗമ യഖൂലു, ആ ദിവസം യഖൂലു നാം പറയും, നാദൂ ശുറക്കാഇയല്ലദീന സഅംതും, നിങ്ങൾ അള്ളാഹുവിന്റെ പങ്കാളികളാണെന്ന് നിങ്ങൾ വാദിച്ചവരുണ്ടല്ലോ, അവരെ നിങ്ങൾ വിളിച്ചുകൊള്ളുക. ഫദഊഹും, അപ്പൊ അവർ വിളിക്കും. ഫലം യസ്തജീബൂ ലഹും, അവർക്ക് ഒരു ഉത്തരവും നൽകുകയില്ല. വജഅൽനാ ബൈനഹും മൗബിഖ, നാം അവരെ നശിപ്പിക്കുന്ന ഒരു അഗ്നികുണ്ഡം അതോടുകൂടി അവർക്കിടയിൽ നാം സ്ഥാപിക്കും. അപ്പോ നമുക്കറിയാം, മനുഷ്യന് ഇതിന്റെ മേലെ നമ്മൾ പറഞ്ഞ ഒരു വിഷയമുണ്ട്. അതായത് വയൗമനുസയ്യിറുൽ ജിബാല വതറൽ അർള ബാരിസതൻ വഹശർനാഹും ഫലൻ നുഗാദിറു മിൻഹും അഹദ വഉരിദു അലാ റബ്ബിക സഫൻ ലഖദ് ജിഅ്തുമൂനാ കമാ ഖലഖ്നാകും അവ്വല മർറ ബൽ സഅംതും അല്ലം നജഅല ലക്കും മൗഇദ. അങ്ങനെ പറഞ്ഞിട്ട് വവുളി അൽ കിതാബു വതറൽ മുജ്രിമീന മുഷ്ഫിഖീന മിമ്മാ ഫീഹി വയഖൂലൂന യാ വൈലതനാ മാലി ഹാദൽ കിതാബി ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ വവജദൂ മാ അമിലു ഹാദിറൻ വലാ യദ്ലിമു റബ്ബുക അഹദ. ഇവിടെ മനുഷ്യൻ അഭിമുഖീകരിക്കാൻ പോകുന്ന ഒരു മഹാലോകത്തെ അള്ളാഹു അവതരിപ്പിക്കുകയാണ്. അവന്റെ ഒരു കർമ്മവും ഒരു അണു വിട്ടേച്ചു പോകാതെ അവനെ അള്ളാഹു ചോദ്യം ചെയ്യുന്ന അവന്റെ കർമ്മങ്ങൾ അവന്റെ മുമ്പിൽ കൊണ്ടുവരുന്ന ഒരു മഹാലോകത്തെ അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. അതിനുശേഷം ആണ് പിന്നീട് അള്ളാഹു മനുഷ്യൻ അവനെക്കുറിച്ച് ചിന്തിക്കുവാനും അവന്റെ ആദരവിനെ കുറിച്ച് അവൻ സ്വയം അടുത്തറിയുവാനും വിശുദ്ധരായ മാലാഖമാർ ബഹുമാനപൂർവം മുമ്പിൽ നിന്ന ബഹുമാനിച്ചൊരു സൃഷ്ടിയാണ് ഞാൻ എന്ന തിരിച്ചറിവിൽ നിന്ന് അള്ളാഹുവിന്റെ ഉലൂഹിയത്തും റുബൂബിയത്തും ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകതയും അതിനുശേഷം ആ ചിന്തയെ നിരാകരിക്കുന്ന മനുഷ്യ ഭൂമിയിലെത്തി അള്ളാഹുവിന്റെ ആദരവിനെ തന്നെ സ്വയം നിരാകരിക്കുകയും ഞാൻ മൃഗതുല്യനാണ് എന്ന് സ്വയം വാദിക്കുകയും ചെയ്യുന്ന ഒരു വാദമുഖത്തിൽ നിന്ന് മനുഷ്യൻ എങ്ങനെ ആ വാദമുഖത്തിൽ എത്തിപ്പെടുന്നു എന്നും തന്നെ ആദരിച്ച നാഥനോട് അങ്ങോട്ട് തിരിച്ച് ആദരവ് കാണിക്കാത്ത ഒരു ജീവിത രീതി മനുഷ്യരിൽ ഇനി എങ്ങനെ ഉടലെടുക്കുന്നു എന്നും അതിന്റെ തിക്തഫലം എന്തായിരിക്കുമെന്നും അള്ളാഹു പിന്നീട് പറഞ്ഞു വെക്കുകയാണ്. എന്താ പറഞ്ഞതെല്ലാം അഗാധമായ ബന്ധമുണ്ട്. അപ്പൊ അള്ളാഹു പറയാണ് വയൗമ യഖൂലു, അന്ന് ഈ മനുഷ്യന്റെ വേദങ്ങളെല്ലാം അവന്റെ കർമ്മപുസ്തകങ്ങള് അവന്റെ കൈകളിൽ കൊടുക്കുന്ന ദിവസം അവനെ അണിയണിയായി അവനെ ഒരാളെപ്പോലും വിട്ടേച്ചു പോകാതെ ഒരാൾ പോലും ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോവാത്ത രൂപത്തിൽ അണിയണിയായി കൊണ്ടുവരിക. അതുകൊണ്ടാണ് ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോവാത്ത രൂപത്തിൽ ഓരോ വ്യക്തിയെയും നോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലായിരിക്കുന്ന. അതുകൊണ്ടാണ് സ്വപ്പൻ എന്ന് അള്ളാഹു ഉപയോഗിച്ചത്. അണിയണിയായി ഒരു പട്ടാള മേധാവി അനുചരന്മാരെ അവരെ പൂർണ്ണമായി വീക്ഷിക്കുവാനും അവരുടെ ഓരോ മൂവ്മെന്റ്സിലും അവരുടെ ഓരോ അനക്കവും അറിയുവാനും എങ്ങനെയാണോ അവരെ അണിയായി നിർത്തുന്നത്
ഇത് ഇമാം ഷഅറാബി ഇങ്ങനെയാണ് അതിനെ വിശദീകരിക്കുന്നത്. അതുപോലെ തന്റെ അള്ളാഹുവിന്റെ പൂർണ്ണ കാഴ്ചക്കുള്ളിൽ മനുഷ്യനെ അള്ളാഹു കൊണ്ടുവരുന്ന ഒരു രംഗത്തെയാണ് ഇതിൽ പിന്നെ നമ്മള് ഭാഷാപരമായിട്ട് ദുർബലരായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വാക്ക് ഉപയോഗിക്കുക എന്നല്ലാതെ നമുക്ക് എന്തില്ല, നിർവാഹമല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ വാക്കുകൾ ഉപയോഗിക്കുകയാണ്. അങ്ങനെ മാറിപ്പോവാത്ത രൂപത്തിൽ മനുഷ്യനെ പൂർണ്ണാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാഴ്ചയിൽ കൊണ്ടുവന്ന് മനുഷ്യനെ നിർത്താൻ വേണ്ടിയിട്ടാണ് സ്വഫൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ലോകത്തെ നിരാകരിക്കുന്ന ഒരു പ്രവണത, അവന്റെ കർമ്മത്തെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ലോകത്തെ നിരാകരിക്കുന്നതിലൂടെയാണ് മനുഷ്യൻ ഈ മറ്റൊരു തരത്തിൽ നിന്ദനാകുന്നത് എന്ന് പറയാം. ഒന്ന്, മനുഷ്യന്റെ തന്നെ അസ്തിത്വത്തെ, അവന്റെ ഉയിർക്കൊള്ളലിനെ, അവന്റെ ഉടലെടുപ്പിനെ അവന് നിന്ദ്യമായ രൂപത്തിൽ അവൻ തന്നെ വ്യാഖ്യാനിക്കുന്നു. അതിലൂടെ പിന്നിഞ്ഞുണ്ടാകുന്ന എന്താണ്? അള്ളാഹുവിന്റെ ആ മഹത്വത്തെ, അവമത്തിനെ, അള്ളാഹുവിന്റെ കുദ്റത്തിനെ, അള്ളാഹുവിന്റെ ആ ജബരീയത്തിനെ, അതിനെല്ലാം തന്നെ നിരാകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം മനുഷ്യനിൽ ഉണ്ടാകും. ആ മനുഷ്യന് അപ്പൊ എന്താക്കും? അന്ത്യനാളിനെ തന്നെ നിരാകരിക്കുന്ന ഒരു അവസ്ഥാവിശേഷം മനുഷ്യനിൽ രൂപപ്പെടും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ഉണ്ട് എന്ന് പറയുവാനല്ല, പ്രപഞ്ചത്തിന്റെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് പറയാനല്ല പ്രവാചകന്മാർ ഭൂമിയിൽ വന്നത്. അത് മനുഷ്യന്റെ ഉത്ബോധമാണ്. പ്രകൃതിയാൽ മനുഷ്യനിൽ നിറഞ്ഞു നിൽക്കുന്ന അനിഷേധ്യമായ സത്യമാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു നാഥനുണ്ട് എന്നുള്ളത്. ഒരു മനോഹരമായ താഴ്വാര കണ്ട് ആ താഴ്വാരയിൽ അരുവികളും പൂക്കളും ആ പൂവിൽ നിന്ന് പ്രസരിക്കുന്ന സുഗന്ധങ്ങളും എല്ലാം കാണുന്ന ഒരു മനുഷ്യൻ ആ പ്രദേശത്തെ ആ കാണുന്ന പൂവാടിയെയും പൂക്കളെയും അവിടെയുള്ള ആ മനോഹരമായ ആ താഴ്വാരകളെയും തന്റെ ക്യാൻവാസിലേക്ക് ഒരാൾ പകർത്തി എന്ന് വെക്കുക. അങ്ങനെ അതിനെ മനോഹരമായിട്ട് അതുപോലെ ഒരു പെയിന്റ് കൊടുത്തിട്ട് തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിയിട്ട് അതിന്റെ അടിയിൽ അയാളെ പേര് എഴുതി വെക്കും. അത് കാണുന്ന ആളുകൾ അത് നോക്കി പറയും, ഓ എന്തൊരു കഴിവുറ്റ മനുഷ്യന്, എന്തൊരു പ്രതിഭ, എന്തൊരു മനോഹരമായ ആർട്ടാണിത് എന്ന് കാണുന്നവർ പറയും. എന്നാൽ താൻ കോപ്പിയടിച്ച് തന്റെ ക്യാൻവാസിലേക്ക് പകർത്തിയ അതില് ഒഴുകുന്ന അരുവികളില്ല, അല്ലേ? പിന്നെ അതില് ആടിക്കളിക്കുന്ന പിന്നെ പൂക്കളില്ല, ആ പൂവിൽ നിന്ന് സുഗന്ധം പ്രസരിക്കുന്നില്ല, അതിൽ വണ്ടുകൾ വന്നിരിക്കുന്നില്ല, ഒന്നുമില്ല. എന്നാൽ താൻ കോപ്പിയടിച്ച ഒരു ഒറിജിനൽ ഇടമുണ്ടല്ലോ, അവിടെ മന്ദമാരുതനുണ്ട്, അവിടെ ആ പൂക്കൾ വിടരുകയും അതിൽ നിന്ന് അതിന്റെ ഇതളുകൾ കൊഴിഞ്ഞു വീഴുകയും ചെയ്യുന്നുണ്ട്, അവിടെ സുഗന്ധമുണ്ട്, അവിടെ വണ്ടുകളും പിന്നെ അതുപോലെ തന്നെ പൂമ്പാറ്റകളും പാറിപ്പറക്കുന്നുണ്ട്, അവിടെ ഒഴുകുന്ന അരുവികളുണ്ട്, അതിൽ നിന്ന് മനുഷ്യൻ കുടിക്കുന്നുണ്ട്, ആ പൂക്കളുടെ സുഗന്ധം ആസ്വദിക്കുന്നുണ്ട്. ഇത്രയും മനോഹരമായ ഒന്നിനെ നിർമ്മിച്ച ഒരു നാഥനെ ബോധ്യപ്പെടാതെ പോകുകയും എന്നാൽ കോപ്പി അടിച്ചതിന്റെ താഴെ തന്റെ നാമം കുത്തിവെക്കുകയും ചെയ്യുന്ന മനുഷ്യൻ, എന്നിട്ട് തന്റെ നാമത്തെയും തന്റെ കഴിവിനെയും മറ്റുള്ളവർക്ക് മുമ്പിൽ എടുത്തു കാട്ടുന്ന മനുഷ്യൻ, അവിടെ ഒന്നും സുഗന്ധമില്ലാത്ത ഒരു ജീർണിച്ച ഒന്നിനെ അവതരിപ്പിക്കുമ്പോൾ അതിൽ മഹത്വം കാണുന്നവൻ, എന്നാൽ അതിനപ്പുറം പിന്നെ വിടരുകയും പൊഴിയുകയും തേൻ പിന്നെ വണ്ടുകൾ വന്ന് തേൻ നുകരുകയും പൂമ്പാറ്റകൾ അതിലൂടെ പറന്നു പോകുകയും അതിന്റെ ഇടയിലൂടെ ഒഴുകുന്ന പിന്നെ അരുവികളിൽ നിന്ന് മനുഷ്യൻ കുടിക്കുകയും അവന്റെ ഒരു ഇടപെടലുമില്ലാതെ ഇതെല്ലാം ആസ്വദിക്കുകയും ചെയ്യുമ്പോൾ അതിനെ നിർമ്മിച്ച പ്രപഞ്ചത്തിന്റെ ജഗദീശ്വരനെ, പ്രപഞ്ചനാഥനെ നിരാകരിക്കുകയും ചെയ്യുന്ന മനുഷ്യന്, ആ നാഥന്റെ അളമത്തിനെ അതുകൊണ്ട് മനുഷ്യൻ തിരിച്ചറിയുന്നുണ്ട്. അവൻ നിർമ്മിക്കുന്ന, അവൻ കോപ്പിയടിക്കുന്ന ഏതൊന്നിന്റെയും കീഴെ അവന്റെ നാമം കുത്തിവെക്കുന്നുണ്ട്. എന്നിട്ട് പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് അവന് ഇതിനൊന്നും ഒരു സൃഷ്ടാവില്ല എന്ന് മനുഷ്യന് പറയാൻ പറ്റില്ല. അത് ലോജിക്കല്ല. അപ്പൊ മനുഷ്യൻ പ്രകൃതിയാൽ തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ അവന്റെ മനോബോധം അവനോട് പറയുന്നുണ്ട്, ഇതിന്റെ പിറകിൽ ഒരു മഹാശക്തിയുണ്ട്. അവനെ നാവ് നിരാകരിക്കുമ്പോഴും സൂറത്ത് ഖസസ് പറയുന്നത് പോലെ അവനെ നാവ് നിരാകരിക്കുമ്പോഴും അവന്റെ ഹൃദയം ഒരു മഹാശക്തിയെ നിരന്തരം അവന് സമ്മതിക്കുന്നുണ്ട്. എന്നാൽ
യൗമുൽ ഖിയാമയെ നിരാകരിക്കുന്നതിലൂടെ ആ ശക്തിയുടെ അളമത്തിനെയും ആ മഹാശക്തിയുടെ ഗാംഭീര്യത്തെയും ആ മഹാശക്തിയുടെ ഇടപെടലിനെയും മനുഷ്യൻ നിരാകരിക്കുന്നു. അവിടെ ആ ശക്തിക്ക് പങ്കാളികളെ മനുഷ്യൻ ചേർക്കുന്നു. അപ്പൊ യൗമുൽ ഖിയാമയെ നിരാകരിക്കുന്നതാണ് മനുഷ്യനെ പങ്കാളികളെ ചേർക്കുന്നതിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നത്. അതുകൊണ്ട് ഈ സൂറത്ത് കഹ്ഫിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു മനോഹരമായ തോട്ടത്തെ അല്ലാഹു വിശദീകരിക്കുന്നില്ലേ? കണ്ണഞ്ചിപ്പിക്കുന്ന, ഹൃദയത്തിന് കുളിർമ നൽകുന്ന, അരുവികൾ ഒഴുകുന്ന, മുന്തിരിത്തോപ്പ് നിറഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന തോട്ടങ്ങൾ വരി വരിയായി അതിന്റെ അതിരുകളിലൂടെ നട്ടുപിടിപ്പിച്ച് മനോഹരമാക്കിയ 2 തോട്ടങ്ങളെ കുറിച്ച് അള്ളാഹു പറയുന്നുണ്ട്. ആ തോട്ടം കിട്ടിയോന് എന്താ കാട്ടുന്നത്? അവന്റെ അഹങ്കാര ഭാവത്തെ അവൻ പ്രകടിപ്പിക്കുകയാണ്. അവൻ തന്നെ സ്വയം ആ അള്ളാഹുവിനോട് കുഫ്ർ ചെയ്യുന്ന, അള്ളാഹുവിനെ നിരാകരിക്കും, തൻ്റെതെന്ന ഒരു ബോധത്തിലൂടെ സ്വയം വലിയവനായിട്ട്, സ്വയം ഒരു ഇലാഹായിട്ട് ചമയുന്ന ഒരു അവസ്ഥാവിശേഷം അവരുണ്ടാകുകയാണ്. അപ്പൊ ഞാൻ തന്നെയാണ് വലിയവൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അള്ളാഹുവിന്റെ അളമത്തിന് തിരിയാതെ പോകുമ്പോൾ മനുഷ്യൻ ഭൗതികമായിട്ട് അവൻ എന്തൊക്കെയോ ലഭിക്കേണ്ടതുണ്ട് എന്ന രൂപത്തിൽ പടച്ച തമ്പുരാന് മാത്രം വകവെച്ചു കൊടുക്കേണ്ട നാമങ്ങളെ ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് വകവെച്ചു കൊടുക്കുന്നവർ യൗമുൽ ഖിയാമയെ നിരാകരിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കുമ്പോൾ ഈ ശിർക്ക് ചെയ്യുക എന്നുള്ള ഒരവസ്ഥ മനുഷ്യനിൽ ഉണ്ടാകുന്നു. ആ മനുഷ്യനും ആ യൗമുൽ ഖിയാമയെ നിരാകരിക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെ ഒരു ലോകമില്ല എന്നാണ് ആ പാവപ്പെട്ട മനുഷ്യനോട് പറയുന്നതായിട്ട് നമ്മൾ വിശദീകരിച്ചത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നമ്മൾ വിശദീകരിച്ചു. അപ്പൊ ഇവിടെ നോക്കൂ എത്രമാത്രം അഗാധമായിട്ടാണ് ഓരോ ആയത്തും ഇതിൽ ബന്ധപ്പെട്ടു പോകുന്നത്. ഇനി ഇവരെ കൊണ്ടുവരും അല്ലെ, ആ യൗമുൽ ഖിയാമയെ നിരാകരിച്ചുകൊണ്ട് പടച്ച സ്വയം വലിയവനായി ആ അഫറഅയ്ത മനിത്തഖദ ഇലാഹു ഹവാഉ, സ്വന്തത്തെ ദൈവം, അത് അഹങ്കാരം ഉണ്ടാകുമ്പോൾ, ഞാൻ തന്നെ വലിയവനെന്ന ബോധം ഉണ്ടാകുമ്പോൾ, ഞാനാണ് ഇനി എന്റെ കഴിവ്, എന്റെ ചിന്ത, എനിക്കപ്പുറം ഇനി ഒന്നുമില്ല എന്ന ഒരു ബോധം ഉണ്ടാകുന്നതാണ് ഈ സ്വന്തത്തെ ഇലാഹായി പിന്നെ ഈ കാണുന്നവനെ പിന്നെ ഉൾക്കൊള്ളുന്നവനെ നീ കാണുന്നില്ലേ എന്നെല്ലാം അള്ളാഹു പറയുന്നത്. അത് അഹങ്കാരവും അഹന്തയും കൊണ്ടാണെന്ന് അതോടൊപ്പം ചേർത്ത് വെക്കുന്നുണ്ട് അള്ളാഹു. അപ്പോ ഈ യൗമുൽ ഖിയാമയെ അത്തരത്തിലുള്ള ആളുകൾ നിരാകരിക്കും. പക്ഷെ അതോടൊപ്പം തന്നെ അവന് ഈ ഭൗതികമായ മനുഷ്യരിൽ ഒരു 90% ആളുകൾ, 10% ഈ ദൈവത്തെ പൂർണ്ണമായി നിരാകരിക്കുന്നവരുണ്ടെങ്കിലും 90% ആളുകളും ദൈവത്തെ ഒരു പ്രപഞ്ച സൃഷ്ടാവിനെ ഉൾക്കൊള്ളുന്നവരും അതോടൊപ്പം തന്നെ മരണാനന്തര ജീവിതം നിഷേധിക്കുന്നവരുമാണ്. മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാവരും ആ വൃത്തത്തിനുള്ളിലാണ്. അവന് അതിനെ നിരാകരിക്കാൻ പറ്റൂല, ദൈവത്തെ നിരാകരിക്കാൻ പറ്റൂല. എന്നാലും അവന്റെ അഹങ്കാരം കൊണ്ട് ഞാൻ എന്തോ ആണ് എന്നുള്ള തോന്നലില്, ഇനി എന്റെ ചിന്തക്കപ്പുറം, എന്റെ കഴിവിനപ്പുറം ഒന്നുമില്ല എന്ന ആ അഹങ്കാരം കൊണ്ട് ചില ആളുകൾ വായ കൊണ്ട് നിരാകരിക്കും. അതൊരു 10% ഉണ്ടാവും. ബാക്കിയുള്ളവർ ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. അല്ലെ, വല ഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വലഇൻ സഅൽതഹും മൻ സഖറ ശംസ വൽ ഖമറ വലഇൻ സഅൽതഹും മൻ നസ്സല മിനസ് സമാഇ മാഅൻ വലഇൻ സഅൽതഹും മൻ മൻ ഖലഖഹും. ഇങ്ങനെല്ലാം ചോദിച്ചു നോക്കൂ നീ ആളുകളോട് പോയിട്ട്, ഈ പ്രപഞ്ചത്തിലേക്ക് ചൂണ്ടിയിട്ട്, മനുഷ്യനിലേക്ക് ചൂണ്ടിയിട്ട് നീ ചോദിച്ചു നോക്കൂ, അവൻ സമ്മതിക്കും. എന്നാൽ അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അവന് ആ ശക്തിയുടെ മഹത്വം തിരിയാതെ പോകുമ്പോൾ ഓന് ആ ശക്തിക്ക് സമന്മാരെ സൃഷ്ടിക്കും. അപ്പൊ ഇവിടെ അതാണ് പറയണത്, നിങ്ങൾ അള്ളാഹുവിന്റെ പങ്കാളികളാണെന്ന് നിങ്ങൾ വാദിച്ചവരുണ്ട്, ഇതെല്ലാം ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതാണെന്നും ഇതെല്ലാം ദൈവതുല്യമാണ് എന്നും പിന്നെ ഇതെല്ലാം തന്നെ എന്തൊക്കെയോ നമുക്ക് നൽകുമെന്നും നമുക്ക് സഹായങ്ങൾ നൽകുമെന്നുമുള്ള വാദം ഉണ്ടല്ലോ. ആ വാദിച്ച നിങ്ങൾ ഫതഊഹും, അവരെ നിങ്ങൾ വിളിച്ചോളൂ. ഫലം യസ്തജീബു, അവനെ വിളിക്കൂ. അവര് ഫലം യസ്തജീബുലഹും, അവർക്കൊരു ഉത്തരവും നൽകൂല. വജഅൽനാ ബൈനഹും മൗബിഖ. മൗബിഖൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ മക്കാനുല്ലദി, പിന്നെ അൽ മക്കാനുല്ലദി യഹ്സുലു ഫീഹിൽ ഹലാഖു, എല്ലാ അർത്ഥത്തിലും നശിച്ചു പോകുന്ന ഒരു ഇടം എന്നാണ്. വാദി മിൻ വാദിയത്തി ജഹന്നം എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്നത് മൗബിഖൻ എന്നുള്ളതിനെ. അത് ഒരു നരകത്തിന്റെ ഒരു വാദിയാണ്, താഴ്വാരയാണ്. അപ്പോ ഇതിനെ ഒന്നും കൂടി വിശദീകരിക്കേണ്ടതുണ്ട്.
ഇൻഷാ അള്ളാ അടുത്ത ആഴ്ച നമുക്ക് പിന്നെ തൊട്ടടുത്തുള്ള ആയത്തിനെ വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മൾ ചില ആയത്തുകളെ കൊണ്ടുകൂടി നമ്മൾ ഈ ആയത്തിനെ വിശദീകരിച്ചിട്ട് നമുക്ക് പിന്നെ പറയാം. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഇന്നത്തെ ചെറിയ ഈ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. വാഹൃ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.